ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന് ഭയമുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ആരോടെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? ആ ഒരു പരിഭ്രമത്തില് അറിയാവുന്ന വാക്കുകൾ പോലും മനസ്സിൽ നിന്ന് എങ്ങോട്ടോ പറന്നു പോകും. ആകെ അങ്ങ് ബ്ലാങ്ക് ആകും മനസ്സ് അല്ലെ? അവിടെ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന സെന്റൻസസ് എല്ലാം ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പറയാൻ പറ്റുന്നല്ല. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഫ്രേസസ് ഉണ്ടല്ലോ, അത് റെഗുലർ ആയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഫ്രേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ഈ സെന്റൻസസ് എല്ലാം തന്നെ വെറുതെ സെന്റൻസസ് അല്ല, കുറെ ക്വസ്റ്റ്യൻസും ഉണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ആളെ അയാളുടെ ഓഫീസിൽ പോയി കാണാൻ പോവാണ്. നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം കുറെ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചോദിക്കേണ്ടത് ഇയാളോട് നിങ്ങളുടെ ഓഫീസിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നാണ്. അതെങ്ങനെയാ ചോദിക്കുക? ഇസ് യുവർ ഓഫീസ് വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കാം. ഈ നടക്കാനുള്ള ദൂരത്തിനുള്ളിലാണോ, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ചോദ്യം ഇസ് യുവർ ഓഫീസ് വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ യെസ് ഇറ്റ്സ് വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, നടക്കാൻ പറ്റാത്തത്ര ദൂരമുണ്ട്, അതായത് നടന്നു പോകാൻ പറ്റില്ല എന്ന് ആ അർത്ഥത്തിൽ പറയണമെങ്കിൽ നോ ഇറ്റ്സ് ടു ഫാർ ടു വാക്ക് എന്ന് പറയും. അതായത് ദൂരമുണ്ട്, അതിനാണ് നമ്മൾ ആ ഫാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് നോ ഇറ്റ്സ് ടു ഫാർ ടു വാക്ക്, നടക്കാൻ പറ്റാത്തത്ര ദൂരമുണ്ട് എന്ന്. ഇനി അങ്ങനെയല്ല, കുറച്ച് ദൂരമുണ്ട് എന്ന് മാത്രം പറയണമെങ്കിൽ നോ ഇറ്റ്സ് എ ബിറ്റ് ഫാർ എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ ബിറ്റ് ഫാർ എന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട് ആ അർത്ഥത്തില്. അപ്പൊ ഇതേ കാര്യം ഒരു ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ, ബാങ്കിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് എങ്ങനെ ചോദിക്കും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇംഗ്ലീഷില്. ഇസ് ദ ബാങ്ക് വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ പോരെ? അല്ലെങ്കിൽ നമുക്ക് can I walk to the bank from here അങ്ങനെയും ചോദിക്കാം. ഇവിടുന്ന് ബാങ്കിലേക്ക് നടക്കാനുള്ളതേ ഉള്ളോ, നടക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തില് can I walk to the bank from here അങ്ങനെ ചോദിക്കാം. ഇനി ഈ ബാങ്ക് ദൂരെയാണോ എന്ന് എങ്ങനെ ചോദിക്കും? is the bank far? is the bank far? ദൂരെ, അതിനാണ് നമ്മൾ ഫാർ എന്ന് പറഞ്ഞത്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് അത് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ നോ ഇറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് വാക്ക് എന്ന് പറയാം. ഇറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് വാക്ക് എന്ന് വെച്ചാൽ കുറച്ചൊന്ന് നടക്കാനേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഇനി ഏതാനും മിനിറ്റുകൾ നടക്കാനേ ഉള്ളൂ എന്ന് അങ്ങനെ എടുത്ത് പറയണമെങ്കിൽ ഇറ്റ്സ് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ് വാക്ക് എന്ന് പറയും. ഇറ്റ്സ് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ് വാക്ക്. പക്ഷെ ഞാൻ എങ്ങനെയാണ് മിനിറ്റ്സ് എന്നുള്ളത് എഴുതിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതാനും മിനിറ്റുകളുടെ നടപ്പേ ഉള്ളൂ, ആ മിനിറ്റുകളുടെ ആ ഒരു അർത്ഥം കിട്ടാനാണ് ഞാൻ ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി ഇട്ടത്. മിനിറ്റിന്റെ അല്ലല്ലോ, മിനിറ്റുകളുടെ. അപ്പൊ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി ഇടണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു എസ് വരില്ല, മിനിറ്റ്സസ് എന്ന് പറയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരാളുടെ ഓഫീസിലേക്ക് പോകണം എന്ന്. അപ്പൊ ആ ഓഫീസിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ വെയർ അബൌട്ട്സ് ഒക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിലൂടെ നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങളുടെ ഓഫീസ് ഏത് ഫ്ലോറിലാണ്, ആ ബിൽഡിങ്ങിൽ ഏത് നിലയിലാണ്, എത്രാം നിലയിലാണെന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഫ്ലോർ ഇസ് യുവർ ഓഫീസ് ഓൺ എന്ന്. വാട്ട് ഫ്ലോർ ഇസ് യുവർ ഓഫീസ് ഓൺ. അപ്പൊ ഇവിടെ ഒരു കാര്യം, വേണമെങ്കിൽ നമുക്ക് വിച്ച് ഫ്ലോർ എന്നും ചോദിക്കാം. വാട്ടും വിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട് ഫ്ലോർ എന്നായിരിക്കും ചോദിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഫ്ലോർ എന്നായിരിക്കും. പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൂടുതലും വിച്ച് ഫ്ലോർ എന്ന് തന്നെ ചോദിക്കുകയുള്ളൂ. എത്രാമത്തെ, ഏത് നില എന്നുള്ള അർത്ഥത്തിൽ വിച്ച് ഫ്ലോർ എന്നാണ് കൂടുതൽ അവർ ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെയായിരിക്കും വരുന്നത്? അത് മൂന്നാം നിലയിലാണെന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ഓൺ ദ തേർഡ് ഫ്ലോർ എന്ന് പറയും. ഇറ്റ്സ് ഓൺ ദ തേർഡ് ഫ്ലോർ. നിങ്ങൾ കണ്ടല്ലോ ക്വസ്റ്റ്യനിലും ഓൺ എന്നാണ് വന്നത്. കാരണം ഒരു ബിൽഡിങ്ങില് ഫ്ലോർ, ആ ഒരു നില എന്ന് പറയുമ്പോൾ ആ നിലയുടെ മേലെ ഓൺ എന്ന പ്രപ്പോസിഷൻ തന്നെ യൂസ് ചെയ്യണം. ഇന്നല്ല കേട്ടോ, ഓൺ ആണ് വരിക. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാട്ട് ഫ്ലോർ ആർ യു ഓൺ എന്നും ചോദിക്കാം. അതായത് നിങ്ങൾ ഏത് നിലയിലാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? എത്രാമത്തെ നിലയിലാണ് നിങ്ങൾ, നിങ്ങളുടെ ഓഫീസിൽ നിന്നോ നിങ്ങളുടെ വീടിൽ നിന്നോ ഒന്നും എടുത്തു പറയാതെ എത്രാമത്തെ നിലയിലാണ് എന്ന് മലയാളത്തിൽ ചോദിക്കുന്ന പോലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് ഫ്ലോർ ആർ യു ഓൺ എന്ന് മാത്രമാണ്. പക്ഷെ അവിടെയും വാട്ട് ഫ്ലോർ ആർ യു കഴിഞ്ഞിട്ട് ആ ഓൺ വരണേ. വാട്ട് ഫ്ലോർ ആർ യു ഓൺ. പിന്നെ നമുക്ക് മൂന്നാമത്തെ നിലയിലേക്ക് പോകണമല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ലിഫ്റ്റ് വേണം.
ഈ ലിഫ്റ്റ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ എലിവേറ്റർ എന്നും പറയാം. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഓഫീസിൽ ആരുടെയെങ്കിലും ചോദിക്കുകയാണ്, എലിവേറ്റർ എവിടെയാണ്, ലിഫ്റ്റ് എവിടെയാണ്, എങ്ങനെ ചോദിക്കുക? വേർ ഇസ് ദി എലിവേറ്റർ, വേർ ഇസ് ദി എലിവേറ്റർ. അപ്പോൾ വേർ ഇസ് എന്നോ വേസ് എപ്പോസ്ട്രഫി എസ് ഇട്ടോ നമുക്ക് പറയാം. വേർ ഇസ് ദി എലിവേറ്റർ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ദാ അത് അവിടെയാണ്, ആ ഒരു അർത്ഥത്തില് ഇറ്റ്സ് ഓവർ ദേർ എന്ന് പറയും. ഇറ്റ്സ് ഓവർ ദേർ, ദാ അവിടെയാണ് അതെന്ന്, ഇറ്റ്സ് ഓവർ ദേർ. അപ്പൊ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ എവിടെയാണ് ലിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരും. അതായത് ആ ഒരു കോറിഡോറിലോ ഒരു പാസേജിലൂടെ നമുക്ക് പോകണം, അവിടെ റൈറ്റ് സൈഡിലാണെന്ന് പറയില്ലേ. അവിടെ നമ്മൾ പറയുക ദ ലിഫ്റ്റ് ഇസ് ടു യുവർ റൈറ്റ് എന്നാണ്. അതായത് നിൽക്കുന്നിടത്ത് തന്നെ തിരിഞ്ഞാൽ ലിഫ്റ്റ് കാണില്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഡയറക്ഷനിൽ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നല്ലേ. ദ ലിഫ്റ്റ് ഇസ് ടു യുവർ റൈറ്റ്. നേരെ മറിച്ച് നമ്മൾ ആ നിൽക്കുന്ന അവിടെ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ റൈറ്റിലാണെങ്കിൽ ദ ലിഫ്റ്റ് ഇസ് ഓൺ യുവർ റൈറ്റ് എന്ന് പറയാം. അതാണ് ഈ ടു അല്ലെങ്കിൽ ഓൺ ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസം. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ? നമ്മളങ്ങനെ ആ ഒരു നേരെ അങ്ങ് പോകുമ്പോൾ കുറച്ചങ്ങ് പോകുമ്പോൾ റൈറ്റിൽ കാണുന്നതാണെങ്കിൽ ദ ലിഫ്റ്റ് ഇസ് ടു യുവർ റൈറ്റ്. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇങ്ങോട്ട് കാണാം റൈറ്റിൽ ലിഫ്റ്റ് ആണെങ്കിൽ ദ ലിഫ്റ്റ് ഇസ് ഓൺ യുവർ റൈറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ആ ലിഫ്റ്റിന്റെ അടുത്ത് എലിവേറ്ററിന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ലിഫ്റ്റ് അവിടെ വന്നു. അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് ഇത് മുകളിലേക്ക് പോവാണോ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? എക്സ്ക്യൂസ് മീ, ഇസ് ദിസ് ഗോയിങ് അപ്പ്? ഇത് മേലേക്കാണോ പോകുന്നത്? ചിലപ്പോൾ അങ്ങനെ അബദ്ധം പറ്റാറുണ്ടല്ലോ, നമ്മൾ കയറി കഴിയുമ്പോൾ താഴേക്കായിരിക്കും പോകുന്നത്. എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് ഗോയിങ് അപ്പ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആരോടെങ്കിലും പറയേണ്ടി വരികയാണ്, അല്ല ഇത് താഴേക്കാ പോകുന്നേ എന്ന് പറയണമെങ്കിൽ നോ ഇറ്റ്സ് ഗോയിങ് ഡൗൺ എന്ന് പറയും. ഇറ്റ്സ് ഗോയിങ് ഡൗൺ. ഇനി നമ്മൾ ലിഫ്റ്റിനുള്ളിൽ കയറിയിരിക്കട്ടെ. അപ്പൊ പലപ്പോഴും നമ്മൾക്ക് ആ ലിഫ്റ്റിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ ആരോടെങ്കിലും നമുക്കത് ചെയ്യാൻ പറയേണ്ടി വരും അല്ലെ? അപ്പൊ അയാൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഏത് നിലയിലേക്കാ പോവേണ്ടത് എന്ന് ചോദിക്കില്ലേ? ആ ഒരു ചോദ്യം എങ്ങനെയാ ചോദിക്കുക ഇംഗ്ലീഷില്? വിച്ച് ഫ്ലോർ ആർ യു ഗോയിങ് ടു? നിങ്ങൾ ഏത് ഫ്ലോറിലേക്കാ പോകുന്നേ? വിച്ച് ഫ്ലോർ ആർ യു ഗോയിങ് ടു എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വിച്ച് ഫ്ലോർ ഡു യു നീഡ് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതായത് ഇവിടെ ഇപ്പൊ ഏത് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടതെന്ന്. വിച്ച് ഫ്ലോർ ഡു യു നീഡ്, എന്റെ അർത്ഥം ഏത് നില നിങ്ങൾക്ക് വേണം എന്നല്ല, ഇവിടെ ഏതാണ്, ഫസ്റ്റ് സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ ഏതാണെന്ന്. വിച്ച് ഫ്ലോർ ഡു യു നീഡ്. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടല്ലോ തേർഡ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പൊളൈറ്റ് ആയിട്ട് ആ 3 പ്രസ് ചെയ്യാമോ എന്നെങ്ങനെ ചോദിക്കും? കുഡ് യു പ്രസ് 3 ഫോർ മീ പ്ലീസ്? ആ 3ാമത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാമോ പ്ലീസ്? നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഈ കുഡ് വന്നത്. ക്യാനും ചോദിക്കാൻ വേണമെങ്കിൽ, പക്ഷെ കുറച്ചുകൂടെ പൊളൈറ്റ് ആണ്. അറിഞ്ഞൂടാത്ത ഒരാളോടല്ലേ ചോദിക്കുന്നത് നമ്മള്. കുഡ് യു പ്രസ് 3 ഫോർ മീ പ്ലീസ്? എനിക്ക് വേണ്ടിയിട്ട്, ഫോർ മീ പ്ലീസ്. പിന്നെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സംഭവിക്കാറില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഡ്രസ്സിന്റെ അറ്റത്തൊക്കെ കയറി ചവിട്ടിയേക്കാം. അപ്പൊ നമുക്ക് പറയേണ്ടത്, ഹേയ് നിങ്ങൾ എന്റെ സ്കേർട്ടിലാണ് ചവിട്ടിയേക്കുന്നത്. അതെങ്ങനെയാ പറയാ? ഹേ യു ആർ സ്റ്റെപ്പിംഗ് ഓൺ മൈ സ്കേർട്ട്. സ്റ്റെപ്പിംഗ് ഓൺ മൈ സ്കേർട്ട്. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വേർബായിട്ട് യൂസ് ചെയ്തത്, അതിലാണ് ഈ ചവിട്ടി നിൽക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹേ യു ആർ സ്റ്റെപ്പിംഗ് ഓൺ മൈ സ്കേർട്ട്. ചിലപ്പോൾ ആളുകൾ നമ്മുടെ കാലിൽ കയറി ചവിട്ടുകയും ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു കുട്ടി കാലിൽ കയറി ചവിട്ടുന്നതാണ്. അത് അത്ര ഹേർട്ട് ചെയ്യില്ല. പക്ഷെ ഒരാള് ഷൂസ് ഒക്കെ ഇട്ട് നമ്മുടെ കാലിൽ ചവിട്ടിയാൽ നമുക്ക് നല്ല വേദന എടുക്കും അല്ലെ? അപ്പൊ നിങ്ങൾ ചവിട്ടി നിൽക്കുകയാണ് എന്ന് പറയണമെങ്കിൽ യു ആർ സ്റ്റാൻഡിങ് ഓൺ മൈ ഫുട്ട് എന്നും പറയാം. സ്റ്റെപ്പിങ്ങിന് പകരം സ്റ്റാൻഡിങ് എന്നും യൂസ് ചെയ്യാം. യു ആർ സ്റ്റാൻഡിങ് ഓൺ മൈ ഫുട്ട്. ഇനി നിങ്ങൾ എന്റെ കാലിൽ ചവിട്ടി, യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട് എന്ന് പറയും. അവിടെ നമുക്ക് യു സ്റ്റുഡ് ഓൺ മൈ ഫുട്ട് എന്ന് പറയുന്നതിലും യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്റെ കാലിൽ ചവിട്ടി, ഔച്ച് വേദന എടുക്കുന്നു, നിങ്ങൾ എന്റെ കാലിൽ ചവിട്ടി, യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട്. അതിനിടയ്ക്ക് നമ്മുടെ ലിഫ്റ്റ് പല നിലകള് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലോർ എത്തി തുറക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് നോക്കുന്നത്? ഇത് തേർഡ് ഫ്ലോർ ആണോ എന്ന് നമ്മളൊന്നും കൂടെ കൺഫേം ചെയ്യും അല്ലെ? അതെങ്ങനെയാ ചോദിക്കുക? ഇസ് ദിസ് ദ തേർഡ് ഫ്ലോർ? നമ്മൾ അടുത്ത് നിൽക്കുന്നവരോട് ചോദിക്കില്ലേ, ഇത് 3ാം നിലയല്ലേ, ഇസ് ദിസ് ദ തേർഡ് ഫ്ലോർ എന്നാ ചോദിക്കുക. അല്ലെങ്കിൽ ഇത് ഏത് ഫ്ലോർ ആണ് എന്ന് ചോദിക്കണമെങ്കിൽ വിച്ച് ഫ്ലോർ ഇസ് ദിസ്? അവിടെ വിച്ച് തന്നെയാട്ടോ ചോദിക്കുക. വാട്ട് ഫ്ലോർ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് വിച്ച് ആണ്. വിച്ച് ഫ്ലോർ ഇസ് ദിസ് എന്ന് ചോദിക്കും. അങ്ങനെ തേർഡ് ഫ്ലോർ ആണെന്ന് കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയല്ലോ, നമ്മൾ അവിടെ വരെ എത്തി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പരിചയമുള്ള ഒരാളെ കാണാനാണ് നമ്മൾ ഈ ഓഫീസിൽ വന്നിരിക്കുന്നത് എങ്കിലും അയാൾക്ക് ചിലപ്പോൾ അന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് വരാം അല്ലെ? അയാളുടെ തിരക്ക് കണ്ടിട്ട് നമ്മൾ അയാളോട് ഇങ്ങനെ ചോദിക്കണം എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടാവുമോ സംസാരിക്കാൻ? ഏതാനും മിനിറ്റുകളുടെ കാര്യമുള്ളൂ, സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് ചോദിക്കാം.
അതായത് ഡു യു ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ടു ടോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലും പറയണ്ട, ഡു യു ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് ചോദിക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം കേട്ടോ, എ ഫ്യൂ മിനിറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇല്ലാതെ വെറുതെ ഫ്യൂ മിനിറ്റ്സ് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരിക. ഒന്നുമില്ല എന്ന് പറയാനാണ് നമ്മൾ ഫ്യൂ മാത്രം പറയുന്നത്, ഇല്ലാതെ. ഇവിടെ ഏതാനും മിനിറ്റുകളുടെ കാര്യമാണ്. കുറച്ച് സമയം ഉണ്ടാവൂ, ഏതാനും മിനിറ്റുകൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുണ്ടാവുമോ, ഫ്രീ ആണോ ഇപ്പോ എന്ന അർത്ഥത്തില് ആർ യു ഫ്രീ നൗ എന്നും ചോദിക്കാം. അപ്പൊ ആർ യു ഫ്രീ നൗ എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ സമയമുണ്ടോ എന്നാണ്, അല്ലേ? ടൈം ഉണ്ടോ സംസാരിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ സൗകര്യപ്പെടുമോ എന്നൊരർത്ഥത്തില്, കൺവീനിയന്റ് ആണോ ഇപ്പോ എന്നൊരർത്ഥത്തിലാണ് ചോദിക്കേണ്ടതെങ്കിൽ ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ടു ടോക്ക് എന്ന് ചോദിക്കും. മനസ്സിലായോ? ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ടു ടോക്ക്, അതായത് സംസാരിക്കാൻ സൗകര്യപ്പെടുന്ന സമയമാണോ ഇപ്പോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ തീർച്ചയായും പറയൂ, എന്താന്ന് വെച്ചാൽ പറയൂ എന്നൊരർത്ഥത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് ഷുവർ, ഗോ അഹെഡ് എന്നാണ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന്, ഗോ അഹെഡ്. ഇനി അങ്ങനല്ല, നമുക്ക് സൗകര്യപ്പെടില്ല, ഇപ്പൊ നമുക്ക് തിരക്കാണ് എന്നാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചാൽ മതിയോ എന്നൊരർത്ഥത്തില് ക്യാൻ വി ടോക്ക് എ ബിറ്റ് ലേറ്റർ എന്ന് ചോദിക്കാം. അങ്ങനെ മതിയോ, അത് സാധ്യമാണോ എന്ന്. ക്യാൻ വി ടോക്ക് എ ബിറ്റ് ലേറ്റർ, അത് നിങ്ങൾക്ക് സൗകര്യമാണോ അങ്ങനെ എന്നാണ് അയാൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് അവിടെ സമയമില്ല, അപ്പൊ സൗകര്യപ്പെടില്ല വർത്തമാനം പറയാനെന്ന് മനസ്സിലായപ്പോ നമുക്കിനി അവിടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമല്ലോ കുറച്ചു നേരം. അപ്പൊ നമ്മൾ ആരോടെങ്കിലും അവിടെ ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തോട്ടെ, ഞാൻ ഇവിടെ ഒന്ന് നിന്നോട്ടെ എന്നൊരർത്ഥത്തില് can I wait here എന്ന് ചോദിക്കാം. അതായത് ഇയാൾക്ക് ഫ്രീ ആവുന്നത് വരെ നമ്മളവിടെ കാത്തു നിൽക്കണമല്ലോ. can I wait here, can I wait here. അതിന് പകരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചോദിക്കാറില്ലേ നമ്മള്? ആ അർത്ഥത്തില് is it okay if I wait here എന്ന് ചോദിക്കാം. is it okay if I wait here. അപ്പൊ ആ ഒരു പാറ്റേൺ അങ്ങനെയാണ് കേട്ടോ വരിക. is it okay if I sit here. അങ്ങനെ. ഇപ്പൊ നമുക്കൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം, അവിടെ നമുക്ക് ഇതേപോലെ പറയാം, is it okay if I ask you something. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ടല്ലോ, ഒരു കാര്യം ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, അത് ഓക്കെ ആണോ? is it okay if I ask you something. അതിന് പകരം കുറച്ചുകൂടെ ഫോർമലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ do you mind if I ask you something എന്ന് ചോദിക്കും. അവിടെ do you mind എന്ന് പറഞ്ഞ് ചോദിക്കും. ആദ്യം പറഞ്ഞത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു രീതിയാണ് is it okay എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ഫോർമലായിട്ട് ചോദിക്കണമെങ്കിൽ do you mind if I ask you something എന്നാണ് ചോദിക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിങ്ങനെ ചോദ്യമല്ല, നമ്മളിങ്ങനെ പറയാറില്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയില്ലേ? അവിടെ നമ്മളത് എങ്ങനെയാ ചോദിക്കുക? അവിടെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. പലപ്പോഴും നമ്മൾ അവിടെ പറയാറുള്ളത് ഐ ഹാവ് എ ഡൗട്ട് എന്നായിരിക്കും. ഡൗട്ട് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കൊരു സംശയം എന്ന അർത്ഥത്തിലാണ്. അതായത് അയാൾ ഇന്ന് ആബ്സെന്റ് ആണോ എന്ന് എനിക്കൊരു സംശയം. അവിടെ നമുക്ക് ഡൗട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറഞ്ഞ് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടതെങ്കിൽ അവിടെ ഐ ഹാവ് എ ഡൗട്ട് എന്നല്ല, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫോർമൽ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ട് പറയണമെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ എന്ന് പറയും. അവിടെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന അതേ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു സെന്റൻസ് ആണ്. അതാണ് ഞാൻ അതിന്റെ പല രീതികളോട് പറയുന്നത് കേട്ടോ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ നീഡ് ടു ആസ്ക് യു സംതിങ് എന്ന് പറയാം. അപ്പോൾ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഏകദേശം അതേ അർത്ഥമാണ് ഇതും. പക്ഷെ ഇതിവിടെ നമ്മൾ കുറച്ചുകൂടെ ഫോർമലായിട്ട് പറയാണ് ഐ നീഡ് ടു ആസ്ക് യു സംതിങ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരാളെ കാണാൻ വന്നു, പക്ഷെ അയാൾ ഇപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പൊ നമ്മൾ ഏതായാലും അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഓർത്തു നമുക്ക് പരിചയമുള്ള വേറൊരാൾ ഈ ഓഫീസിലുണ്ട്, മിസ്റ്റർ ജോൺ ഉണ്ട്. അപ്പൊ നമ്മൾ ആ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഡെസ്കിൽ ചെന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുന്നത് മിസ്റ്റർ ജോൺ ഈ ഓഫീസിൽ ഇപ്പോൾ ഉണ്ടോ എന്നാണ്. അത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഇസ് മിസ്റ്റർ ജോൺ ഇൻ ദി ഓഫീസ് എന്ന് ചോദിക്കാം. ഓഫീസിലുണ്ടോ, ആ ബിൽഡിങ്ങിൽ അപ്പം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് മിസ്റ്റർ ജോൺ ഇൻ ദി ഓഫീസ് എന്ന് ചോദിക്കാം.
അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫോണിൽ വിളിക്കുമ്പോൾ ഒരാളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇസ് ഹി ഇൻ ദി ഓഫീസ്, അയാൾ വന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവിടെ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറയുന്നത് പുള്ളി ഇന്ന് ഇപ്പൊ സ്ഥലത്തില്ല എന്നാണെന്നിരിക്കട്ടെ, അതായത് ഓഫീസിലില്ല എന്നല്ല, എന്തുകൊണ്ടോ ആ സ്ഥലത്തില്ല. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ഔട്ട് ഓഫ് ടൗൺ എന്നാണ്. അപ്പൊ അവിടെ അവർ പറയുന്നത് സോറി ഹീസ് ഔട്ട് ഓഫ് ടൗൺ എന്നായിരിക്കും. ഹീ ഇസ് ഔട്ട് ഓഫ് ടൗൺ. ഔട്ട് ഓഫ് ടൗൺ എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ടില്ല എന്നോ ആ ബിൽഡിങ്ങിൽ ഇല്ല എന്നോ അല്ല കേട്ടോ, എന്തോ കാര്യം കൊണ്ട് അയാള് വേറെ എവിടെയോ ആണ്. അപ്പോൾ ഹീസ് ഔട്ട് ഓഫ് ടൗൺ എന്ന് പറയും. ഇനി ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമുക്കറിയാം ഈ പറഞ്ഞ മിസ്റ്റർ ജോൺ ഇന്ന് അവിടെ ഉണ്ടെന്ന്. അയാൾ അയാളുടെ സീറ്റിലുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഇസ് മിസ്റ്റർ ജോൺ ഇൻ ഹിസ് സീറ്റ് എന്ന് ചോദിക്കും. ഇസ് മിസ്റ്റർ ജോൺ ഇൻ ഹിസ് സീറ്റ്. സീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇൻ ഹിസ് സീറ്റ് എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് അയാളുടെ ക്യാബിനിൽ, അയാളുടെ ഡെസ്കിൽ, ആ ഒരു അർത്ഥത്തിലാണെങ്കിൽ ഇസ് മിസ്റ്റർ ജോൺ അറ്റ് ഹിസ് ഡെസ്ക് എന്നാണ് ചോദിക്കുക. അപ്പൊ ഡെസ്ക് എന്ന് പറയുന്ന ആ വാക്കിന്റെ കൂടെ വരുന്നത് അറ്റ് ആയിരിക്കും. സീറ്റ് ആണെങ്കിൽ ഇൻ എന്നാണ് ചോദ്യത്തിൽ വരിക. മനസ്സിലായോ? ഇസ് ഹി അറ്റ് ഹിസ് ഡെസ്ക്, ഇസ് ഹി ഇൻ ഹിസ് സീറ്റ്. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ് പറയുക? അയാൾ അയാളുടെ സീറ്റിലുണ്ട് അല്ലെങ്കിൽ അയാളുടെ ക്യാബിനിൽ ഡെസ്കിലുണ്ട് എന്ന് പറയണമെങ്കിൽ യെസ് ഹീസ് അറ്റ് ഹിസ് ഡെസ്ക് എന്ന് പറയും. ഹീസ് അറ്റ് ഹിസ് ഡെസ്ക്. ഹീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹീ ഇസ് ആണ് ഹീസ്. അപ്പൊ അവിടെ ഒരു കാര്യമുള്ളത് ഹി ഹാസ് എന്നുള്ളതിനും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ കൺട്രാക്റ്റഡ് ഫോം എഴുതുന്നത്, ഹി അപ്പോസ്ട്രോഫി എസ്. അപ്പൊ ഹീസ് ആണോ ഹി ഹാസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അത് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ ആ സെന്റൻസിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. ഹി ഹാസ് അറ്റ് ഹിസ് ഡെസ്ക് എന്ന് പറയില്ലല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹീസ് അറ്റ് ഹിസ് ഡെസ്ക് എന്നാണ്. നേരെ മറിച്ച് ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിലോ അയാളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നാണ് ആ റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറയുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക? ഹീസ് സ്റ്റെപ്ഡ് ഔട്ട് ഫോർ എ വൈൽ. അവിടെ എന്താണ് ഹീസ് എന്ന് പറയുന്നത്? ഹീസ് ആണോ ഹി ഹാസ് ആണോ? അത് ഹി ഹാസ് ആണ്. ഹി ഹാസ് സ്റ്റെപ്ഡ് ഔട്ട് ഫോർ എ വൈൽ. സ്റ്റെപ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന്. മുൻപ് നമ്മൾ കാലിൽ ചവിട്ടുക എന്നുള്ളതിന് സ്റ്റെപ്പ് ഓൺ എന്നുള്ളൊരു വാക്ക്, ഒരു ഫ്രേസ് ഉപയോഗിച്ചില്ലേ? ഇവിടെ സ്റ്റെപ്പ് ഔട്ട് എന്ന് വെച്ചാൽ എങ്ങോട്ടോ പുറത്തേക്ക് പോയതാണ് എന്നർത്ഥത്തില്. ഫോർ എ വൈൽ, ഒരല്പനേരത്തേക്ക് ഒന്ന് പുറത്തേക്ക് പോയതാണ്. മനസ്സിലായോ? ഹി സ്റ്റെപ്ഡ് ഔട്ട് ഫോർ എ വൈൽ. അപ്പൊ ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഒരാള് അവിടെ ഇന്നുണ്ടോ, അയാൾ അവിടെ ഉണ്ടോ, അവൈലബിൾ ആണോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇസ് മിസ്റ്റർ രവി അവൈലബിൾ എന്ന് ചോദിക്കും. അയാളെ കിട്ടുമോ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് അയാൾ അവിടെ ഉണ്ടാവണം, അയാളെ ഫോണിൽ കിട്ടാൻ പാകത്തിന് വേണം അല്ലെ. അപ്പൊ ഇസ് മിസ്റ്റർ രവി അവൈലബിൾ, അയാളെ ഫോണിൽ ഒന്ന് കിട്ടുമോ എന്ന് അർത്ഥം. ചിലപ്പോൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, അവരടുത്തെങ്ങാനും ഉണ്ടോ, അതായത് ഫോൺ അവർക്ക് കൊടുക്കാൻ പറയാനാണ്, അവരടുത്തെങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് മിസ് റീന അറൗണ്ട് എന്ന് ചോദിക്കും. തൊട്ടടുത്തെങ്ങാനും ഉണ്ടോ എന്നൊരർത്ഥത്തിലാണേ ഇസ് മിസ് റീന അറൗണ്ട്. അപ്പൊ മുൻപ് നമ്മൾ ചോദിച്ചില്ലേ ഇസ് മിസ്റ്റർ രവി അവൈലബിൾ എന്ന് ചോദിച്ചില്ലേ? അപ്പോ അവർക്ക് നമ്മളോട് പറയേണ്ടത് അയാളൊരു മീറ്റിംഗിലാണ് എന്നാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹീസ് ഇൻ എ മീറ്റിംഗ്. ഹീ ഇസ് ഇൻ എ മീറ്റിംഗ്. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, ഹീസ് അവേ അറ്റ് എ മീറ്റിംഗ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ, ആ ഓഫീസിൽ തന്നെ ഉള്ള ഒരു മീറ്റിംഗിലാണെങ്കിൽ ഹീസ് ഇൻ എ മീറ്റിംഗ് എന്ന് പറയാം. നേരെ മറിച്ച് അയാൾ പുറത്തെവിടെയോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന് പുറത്ത്, ആ പ്രിമൈസസിലല്ല എന്നാണെങ്കിൽ അവിടെ പറയുക ഹീസ് അവേ അറ്റ് എ മീറ്റിംഗ് എന്നായിരിക്കും. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കുന്നത് നല്ലതാണ്. രണ്ടും തമ്മിൽ അർത്ഥത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് അയാൾ ഉടനെ തിരിച്ചു വരുമോ എന്നാണെങ്കിൽ വിൽ ഹി ബി ബാക്ക് സൂൺ എന്ന് ചോദിക്കും. വിൽ ഹി ബി ബാക്ക് സൂൺ, ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമോ, വിൽ ഹി ബി ബാക്ക് സൂൺ എന്ന്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഹിൽ ബി ബാക്ക് സൂൺ എന്ന് പറയാം. അതിന് പകരം കുറച്ചുകൂടെ ഫോർമലായിട്ട് പറയാവുന്നത് ഹിൽ ബി ബാക്ക് ഷോർട്ട്ലി എന്നാണ്. വെരി സൂൺ എന്ന അർത്ഥം തന്നെയാണ് ഈ ഷോർട്ട്ലി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇങ്ങനെ പറയുന്നത്, ഹിൽ ബി ബാക്ക് ഷോർട്ട്ലി. ഇനി അയാൾ ഏത് നിമിഷവും തിരിച്ചു വരാം എന്നാണ് അവർക്ക് നമ്മളോട് പറയേണ്ടതെങ്കിൽ ഹിൽ ബി ബാക്ക് എനി മിനിറ്റ് എന്ന് പറയും. എപ്പോ വേണമെങ്കിലും വരാമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിൽ ബി ബാക്ക് എനി മിനിറ്റ്. ഇനി നമ്മൾ വേറൊരു സീൻ നോക്കുക കേട്ടോ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനാറിയോ നോക്കുകയാണ്. അപ്പൊ നമ്മളൊരു പുതിയ സിറ്റിയിൽ ചെന്ന് വെട്ടുന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവിടെ ഒരു മോളിലോ നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്ക് അറിയേണ്ടത് അവിടെ വൈഫൈ ഉണ്ടോ എന്നാണ്. അതെങ്ങനെയാ ചോദിക്കുക? ഇസ് ദേ വൈഫൈ ഹിയർ എന്ന് ചോദിക്കും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടോ?
ഇവിടെ വൈഫൈ ഉണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. പക്ഷെ അത് പറയുന്നത് എങ്ങനെയാണ്? ഇസ് there വൈഫൈ ഹിയർ? വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഇങ്ങനെ. ഇസ് there വൈഫൈ ഹിയർ? ഇനി ഈ വൈഫൈയുടെ പാസ്വേഡ് ആണ് നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് ദ വൈഫൈ പാസ്വേഡ്, അല്ലെങ്കിൽ വാട്ട്സ് ദ പാസ്വേഡ് എന്ന് ചോദിക്കും. വൈഫൈ ആണെന്ന് അവർക്ക് മനസ്സിലാവും. വാട്ട്സ് ദ പാസ്വേഡ്? വാട്ട് ഇസ് ആണ് വാട്ട്സ് ദ പാസ്വേഡ്. ഇനി നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം, എനിക്കൊരു ടാക്സി വിളിച്ചു തരുമോ എന്ന്. കാരണം ടാക്സി വിളിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല. ടാക്സി വിളിച്ചു തരാമോ എന്ന് ഒരാളോട് ചോദിക്കുക. അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു കോൾ മീ എ ടാക്സി പ്ലീസ് എന്ന് ചോദിക്കും. അപ്പൊ ആ ചോദ്യം എങ്ങനെ വന്നേ നോക്കിയേ. ക്യാൻ യു കോൾ മീ എ ടാക്സി, അതായത് ക്യാൻ യു കോൾ എ ടാക്സി ഫോർ മീ, അതിന് പകരമാണ് ക്യാൻ യു കോൾ മീ എ ടാക്സി എന്ന് പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ തന്നെ ലിറ്ററൽ ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്താവും? എന്നെ ടാക്സി എന്ന് വിളിക്കാമോ എന്നാണ് അർത്ഥം വരിക. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വേണ്ടി ടാക്സി വിളിക്കാമോ, അതാണ് ക്യാൻ യു കോൾ മീ എ ടാക്സി പ്ലീസ് എന്ന് ചോദിച്ചത്. പലപ്പോഴും നമ്മൾ ഊബർ വിളിക്കാറില്ലേ, അതാണെങ്കിൽ ക്യാൻ യു ബുക്ക് മീ ആൻ ഊബർ എന്ന് ചോദിക്കാം. ക്യാൻ യു ബുക്ക് മീ ആൻ ഊബർ. ഇത് ഈ ഊബർ എന്ന് പറയുന്നത് ഊ വെച്ചാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് ആൻ വന്നത്. ക്യാൻ യു ബുക്ക് മീ ആൻ ഊബർ അല്ലെങ്കിൽ ക്യാൻ യു കോൾ മീ ആൻ ഊബർ എന്ന് ചോദിക്കാം. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവിടുത്തുകാരനാണ്, അപ്പോൾ ആ സ്ഥലം ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാള് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് മീ ടു ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്? ഡു യു വോണ്ട് മീ ടു ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്? അതായത് ഞാൻ നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടോ, അങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുന്നതാണ് ഈ ഇംഗ്ലീഷിൽ ഈ രീതി. ഡു യു വോണ്ട് മീ ടു ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഇനി ഇതേ കാര്യം നമുക്ക് ഡു യു വോണ്ട് എ ലിഫ്റ്റ് ടു ദ ബസ് സ്റ്റോപ്പ് എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങോട്ടൊരു ലിഫ്റ്റ് തരണോ? ഡു യു വോണ്ട് എ ലിഫ്റ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. ഇവിടെ ലിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അയാളെ കയറ്റി കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യില്ലേ, അതിനാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിലും ലിഫ്റ്റ് എന്ന് പറയാറില്ലേ, അതേ അർത്ഥത്തിൽ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളോട് ഒരു സഹായം ചെയ്യാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു ഡു മി എ ഫേവർ? അവിടെ ഒരിക്കലും ക്യാൻ യു ഡു മി എ ഹെൽപ്പ് എന്ന് ചോദിക്കില്ല കേട്ടോ. അത് അത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. ക്യാൻ യു ഡു മി എ ഫേവർ, ഒരു ഉപകാരം ചെയ്യാമോ എന്ന അർത്ഥത്തിൽ ക്യാൻ യു ഡു മി എ ഫേവർ. അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് എന്ന് ചോദിക്കാം. എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്. അപ്പൊ നിങ്ങളോടാണ് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് മറുപടി പറയാ? തീർച്ചയായും സന്തോഷമേ ഉള്ളൂ സഹായിക്കാൻ എന്ന് പറയില്ലേ? ഷുവർ, ഹാപ്പി ടു ഹെൽപ്പ്. ഹാപ്പി ടു ഹെൽപ്പ് എന്ന് വെച്ചാൽ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു എന്നാണ്. അത് ചുരുക്കി പറയുന്നതാണ്, ചെറുതാക്കി പറയുന്നതാണ് ഷുവർ, ഹാപ്പി ടു ഹെൽപ്പ്. പിന്നെ ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇപ്പൊ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്, നമ്മുടെ കയ്യിൽ നിറയെ സാധനങ്ങളാണ്, ഷോപ്പിംഗ് ബാഗ്സ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ ഒരാളോട് നമുക്ക് പറയേണ്ടി വരും, ആ ഡോർ ഒന്ന് തുറന്ന് പിടിക്കാമോ എന്ന്. അതെങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു ഹോൾഡ് ദ ഡോർ ഓപ്പൺ? ക്യാൻ യു ഹോൾഡ് ദ ഡോർ ഓപ്പൺ. ഇവിടെ ക്യാൻ യു ഓപ്പൺ ദ ഡോർ എന്നല്ല ചോദിച്ചേ, വാതിൽ തുറക്കാമോ എന്നല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്, തുറന്ന് പിടിക്കാമോ എന്ന് വാതില്. ക്യാൻ യു ഹോൾഡ് ദ ഡോർ ഓപ്പൺ. കാരണം എന്താണ്? മൈ ഹാൻഡ്സ് ആർ ഫുൾ. എന്റെ കയ്യിൽ നിറയെ സാധനങ്ങളാണെന്ന് പറയാനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇംഗ്ലീഷില്, മൈ ഹാൻഡ്സ് ആർ ഫുൾ. അപ്പൊ ഇവിടെ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വെറുതെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രം പോരാ, അവിടെ എന്തെങ്കിലും പറയണമല്ലോ. അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഷോർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹിയർ യു ഗോ എന്ന് പറയാം. അതായത് ദാ ചെയ്തു തരാമെന്ന്, ഹിയർ യു ഗോ എന്ന് പറയാം. ഇനി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് പോയി എന്നാണെങ്കിലും വിചാരിക്കൂ. അപ്പൊ അവിടെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഡിഷ് നമ്മൾ കാണുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത്, ഈ ഡിഷിൽ എന്താ ഉള്ളത്? ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാത്തവരാന്നിരിക്കട്ടെ. ഇപ്പൊ നട്ട്സ് നിങ്ങൾ കഴിക്കില്ല എന്നാണെങ്കിൽ നട്ട്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിനാണ് അങ്ങനെ ചോദിക്കുന്നത്, ഇതിനകത്ത് എന്താ ഉള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട്സ് ഇൻ ദിസ് ഡിഷ് എന്ന് ചോദിക്കാം. വാട്ട്സ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടില്ലേ, വാട്ട് ഇസ് ഇൻ ദിസ് ഡിഷ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട്സ് ദിസ് മെയ്ഡ് ഓഫ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. വാട്ട്സ് ദിസ് മെയ്ഡ് ഓഫ് എന്ന്. അപ്പൊ വാട്ട്സ് ദിസ് മെയ്ഡ് ഓഫ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ മെയ്ഡ് കഴിഞ്ഞിട്ട് ഓഫ് ആണ് കേട്ടോ വരേണ്ടത്. ഇനി നിങ്ങൾ ചീസ് അങ്ങനെ കഴിക്കാത്ത ഒരാളാന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് അത് അവിടെ എടുത്ത് ചോദിക്കണം, ഇതിൽ ചീസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അവിടെ എങ്ങനെ ചോദിക്കാം? ഡസ് ഇറ്റ് ഹാവ് ചീസ്? ഡസ് ഇറ്റ് ഹാവ് ചീസ്? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡസ് ഇറ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ല, ഹാവ് തന്നെ വരണം. പലരും എന്നോട് ചോദിക്കുന്നതാണ്, ഒരുപാട് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടും ഈ ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്, ഇറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹാസ് അല്ലേ വരേണ്ടതെന്ന്. അപ്പോൾ സെന്റൻസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ചീസ് ഇൻ ഇറ്റ് എന്ന് പറയും. പക്ഷെ ക്വസ്റ്റ്യനിൽ ഡസ് വന്നല്ലോ,
അത് കഴിഞ്ഞിട്ട് പിന്നെ ഡസ് ഇറ്റ് ഹാസ് അല്ല, ഡസ് ഇറ്റ് ഹാവ്. ഡു, ഡസ്, ഡിഡ് ഇത് ഏത് വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് പിന്നെ ഹാസ് വരില്ല, ഹാവ് ആയിരിക്കും വരിക കേട്ടോ ക്വസ്റ്റ്യനിൽ. ഇനി ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എങ്ങനെ പറയും? അതിൽ ചീസ് ഉണ്ട് എന്നെങ്ങനെയാ പറയാ? യെസ് ഇറ്റ് ഹാസ് ചീസ് ഇൻ ഇറ്റ്. കണ്ടോ ആൻസറിൽ എന്താ വന്നേ നോക്കിയേ, ഇറ്റ് ഹാസ്. യെസ് ഇറ്റ് ഹാസ് ചീസ് ഇൻ ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ചോദിക്കേണ്ടത്, ഇത് ചീസ് ഇല്ലാതെ കിട്ടുമോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? Can I get it without cheese? Can I get it without cheese? അതുപോലെ ഭക്ഷണം സെർവ് ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം എരിവുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമാണല്ലേ, പ്രത്യേകിച്ച് നമ്മൾ അധികം എരിവ് കഴിക്കാത്തവരാണെങ്കിൽ. അപ്പൊ ഇതിന് ഭയങ്കര എരിവാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ് ടു സ്പൈസി എന്ന് ചോദിക്കാം. ഇസ് ഇറ്റ് ടു സ്പൈസി? അവിടെ വെരി എന്നും പറയാമായിരുന്നു, പക്ഷെ ഞാനിവിടെ ടു തന്നെ പറയാൻ കാരണം നമുക്ക് അത്രയും എരിവ് വേണ്ട എന്നാണല്ലോ പറയുന്നത്. എരിവ് കൂടുന്തോറും നമുക്കത് ഇഷ്ടമില്ലാതാവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ വേണ്ടാത്തൊരു കാര്യമായതുകൊണ്ട് ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ വരുന്നത് കൊണ്ടാണ് ടു യൂസ് ചെയ്തത്. ഇസ് ഇറ്റ് ടു സ്പൈസി എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ ഇതിന് എന്തുമാത്രം എരിവുണ്ട്, എത്ര എരിവുണ്ട് ഇതിന് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ സ്പൈസി ഇസ് ഇറ്റ് എന്ന് ചോദിക്കും. ഹൗ സ്പൈസി, ഹൗ സ്പൈസി ഇസ് ഇറ്റ്. ഇനി ഇത് കുറച്ച് എരിവ് കുറച്ച് കിട്ടുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു മേക്ക് ഇറ്റ് ലെസ് സ്പൈസി എന്ന് ചോദിക്കാം. ക്യാൻ യു മേക്ക് ഇറ്റ് ലെസ് സ്പൈസി? ഇത് കുറച്ച് എരിവ് കുറച്ച് തരാൻ പറ്റുമോ എന്നാണ് ഈ ചോദിക്കുന്നത്. ക്യാൻ യു മേക്ക് ഇറ്റ് ലെസ് സ്പൈസി? അപ്പൊ ഇവിടെ മേക്ക് ഇറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്പൈസ് ഇങ്ങനെ എരിവ് കുറച്ച് ഉണ്ടാക്കാമോ എന്നല്ല കേട്ടോ, എരിവ് കുറച്ച് ചേർക്കാമോ ആ ഒരു അർത്ഥത്തിലാണ് ക്യാൻ യു മേക്ക് ഇറ്റ് ലെസ് സ്പൈസി എന്നാ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കഴിക്കാനോ കുടിക്കാനോ കൊടുക്കുമ്പോൾ അതിന് മധുരം കൂടുതലാണോ എന്ന അർത്ഥത്തിൽ. അപ്പൊ കൂടുതലാവുക എന്ന് പറയുന്നത് നല്ലൊരു അർത്ഥത്തിലല്ല, അയാൾക്ക് അത്രയും മധുരം വേണ്ട എന്നൊരു സംശയത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചോദിക്കും? ഇസ് ഇറ്റ് ടു സ്വീറ്റ് ഫോർ യു? ഇസ് ഇറ്റ് ടു സ്വീറ്റ് ഫോർ യു എന്നാണ് ചോദിക്കുക. ഇസ് ഇറ്റ് വെരി സ്വീറ്റ് അല്ല, ഇസ് ഇറ്റ് ടു സ്വീറ്റ് ഫോർ യു? കൂടിപ്പോയോ മധുരം എന്ന അർത്ഥത്തിലാണേ. അപ്പൊ നമുക്ക് പറയേണ്ടത് ഒട്ടും അല്ല എന്നാണെങ്കിൽ നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. നോട്ട് അറ്റ് ഓൾ, ഒട്ടും അല്ല, ഒട്ടും കൂടുതലല്ല എന്ന്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കൃത്യം പാകമാണ് എന്ന് പറയില്ലേ, ഇറ്റ്സ് ജസ്റ്റ് റൈറ്റ് ഫോർ മീ എന്ന് പറയും. ഇറ്റ്സ് ജസ്റ്റ് റൈറ്റ് ഫോർ മീ. അപ്പൊ ഇതിനെല്ലാം പല പല അർത്ഥമാണ്. മലയാളത്തിലാണെങ്കിലും കൃത്യമാണ്, കൃത്യം മധുരം എന്ന് പറയുന്നതും ഒട്ടുമല്ല എന്ന് പറയുന്നതും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രേസസ് അല്ലേ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതേ അർത്ഥം നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയാണ് പറയുക. അപ്പോ മധുരം കൂടിപ്പോയോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ് ടു സ്വീറ്റ് എന്ന് ചോദിക്കും. ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഇസ് ഇറ്റ് സ്വീറ്റ് ഇനഫ് ഫോർ യു? വേണ്ടത്ര മധുരം ഉണ്ടോ? അവിടെ സ്വീറ്റ് ഇനഫ്. ഇനഫ് സ്വീറ്റ് അല്ല, സ്വീറ്റ് ഇനഫ്. നേരെ മുൻപത്തെ സെന്റൻസ് നമ്മൾ കണ്ടില്ലേ, ഇസ് ഇറ്റ് ടു സ്വീറ്റ്? പക്ഷെ ഇനഫ് വരുമ്പോൾ അങ്ങനെയല്ല, സ്വീറ്റ് എന്നത് കഴിഞ്ഞിട്ടാണ് ഇനഫ് വരിക കേട്ടോ. അപ്പൊ ഈ ചോദ്യത്തിന് മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് ഓക്കെ ആണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫോർ മീ എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ഇനി കുറച്ചുകൂടെ ഷുഗർ ചേർക്കാമോ, പഞ്ചസാര ചേർക്കാമോ എന്നാണെങ്കിൽ ക്യാൻ യു ആഡ് എ ബിറ്റ് മോർ ഷുഗർ എന്ന് ചോദിക്കും. ക്യാൻ യു ആഡ് എ ബിറ്റ് മോർ? ഒരല്പം കൂടി പഞ്ചസാര ചേർക്കാമോ എന്ന്. ക്യാൻ യു ആഡ് എ ബിറ്റ് മോർ ഷുഗർ? ചിലപ്പോ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഇത് 2 പേർക്ക് ആവശ്യത്തിന് ഉണ്ടാവുമോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വിൽ ഇറ്റ് ബി ഇനഫ് ഫോർ 2? വിൽ ഇറ്റ് ബി ഇനഫ് ഫോർ 2 എന്ന് ചോദിക്കും. ഇനി അടുത്ത ചോദ്യം, നമുക്കൊരാളോട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത്? നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത്? എങ്ങനെയാ ചോദിക്കുക? ഹൗ ഡിഡ് യു ഡു ഇറ്റ്? എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ ചെയ്യുക, ഡു. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് അത് വായിച്ചത്? ഹൗ ഡിഡ് യു റീഡ് ഇറ്റ്? മനസ്സിലായോ? അപ്പൊ ആ വായിക്കുക, ചെയ്യുക ആ വേർബാണ് അവസാനം വന്നത്. എന്നിട്ട് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹൗ ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്? ഹൗ ഡിഡ് യു ഫൈൻഡ് ദിസ് പ്ലേസ്? കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ, പിടിച്ചത് എന്നല്ലേ ചോദിച്ചത്, പാസ്റ്റ് ടെൻസ്. ഹൗ ഡിഡ് യു ഫൈൻഡ് ദിസ് പ്ലേസ്? നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെ അറിയാം? അവിടെ പാസ്റ്റ് ടെൻസ് അല്ല, അവിടെ എങ്ങനെ ചോദിക്കുക? ഹൗ ഡു യു നോ മൈ നെയിം? ഹൗ ഡു യു നോ മൈ നെയിം? അവിടെ ഡിഡ് അല്ല കേട്ടോ വന്നത്. എന്റെ പേര് എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നെങ്കിൽ ഡിഡ് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ മൈ നെയിം? നിങ്ങൾക്ക് അവളെ എങ്ങനെ അറിയാം? അതെങ്ങനെയാ ചോദിക്കാൻ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹൗ ഡു യു നോ ഹർ? ഹൗ ഡു യു നോ ഹർ? എങ്ങനെ അറിയാം? പക്ഷെ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, നിങ്ങൾക്ക് അവളെ എങ്ങനെയാണ് പരിചയം? നിങ്ങൾ അവളെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അവിടെ ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ ഹർ എന്ന് ചോദിക്കും.
അപ്പൊ പരിചയം ഇപ്പൊ ഉണ്ടായതല്ലോ, നേരത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് അവിടെ ആ പാസ്റ്റ് ടെൻസിന്റെ ആ ഒരു ഇത് വരണം. ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ ഹെർ? ടു ഗെറ്റ് ടു നോ സംബഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന അർത്ഥത്തിലാണേ. ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ ഹെർ? പിന്നെ വീട്ടിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഗോസിപ്പിംഗ് ഒക്കെ സ്ഥിരം നടക്കാറുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഒരാളോട് ചോദിക്കണം, നീ ആ വാർത്ത അറിഞ്ഞോ, വാർത്ത കേട്ടോ എന്ന്. അതെങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ഹിയർ ദ ന്യൂസ് എന്ന് ചോദിക്കും. ഡിഡ് യു ഹിയർ ദ ന്യൂസ്. അപ്പോ മറ്റേ ആൾക്ക് പറയേണ്ടത്, ഇല്ല, എന്താ സംഭവിച്ച, എന്താ പറ്റിയേ? നോ, വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്. അപ്പൊ ഇവിടെ വാട്ട് ഡിഡ് ഹാപ്പൻ എന്ന് പറയില്ല കേട്ടോ. ഈ വാട്ട് അതുപോലെ ഹൂ അങ്ങനെയുള്ള സബ്ജക്ട്സ് കഴിയുമ്പോൾ ഹാപ്പൻഡ് എന്ന് നേരെ പറഞ്ഞാൽ മതി. എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ് എന്ന് പറയും. ഇനി ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ നമുക്ക് പറയേണ്ടത്, അയ്യോ കഷ്ടമായി പോയി എന്നാണെങ്കിൽ ദാറ്റ്സ് ടു ബാഡ് എന്ന് പറയും. ദാറ്റ്സ് ടു ബാഡ്. അവിടെ ടു ബാഡ് എന്ന് വെച്ചാൽ വളരെ മോശമായി എന്നുള്ള അർത്ഥത്തിലല്ല പലപ്പോഴും പറയുക, അയ്യോ കഷ്ടമായി പോയി എന്നൊരു അർത്ഥത്തിലാണ്. ദാറ്റ്സ് ടു ബാഡ് എന്ന് പറയാം. പിന്നെ എപ്പോഴും ഇതുപോലെ മോശം കാര്യങ്ങൾ മാത്രമല്ലല്ലോ പറയുക, നല്ല കാര്യങ്ങളും പറയാനുണ്ടാവില്ലേ. അപ്പൊ ദാ ഒരു നല്ല വാർത്തയുണ്ട് എന്ന് പറയണമെങ്കിൽ ഹിയർ ഇസ് സം ഗുഡ് ന്യൂസ് എന്ന് പറയും. ഹിയർ ഇസ് സം ഗുഡ് ന്യൂസ്. ഒരിക്കലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഒരു നല്ല വാർത്ത എന്നൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷില് പറയില്ല. ഹിയർ ഇസ് സം ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി എടുത്ത് പറയണമെങ്കിൽ എ പീസ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറയാം. മനസ്സിലായോ? സാധാരണ ഹിയർ ഇസ് സം ഗുഡ് ന്യൂസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഐ ഹവ് ഗോട്ട് സം ഗുഡ് ന്യൂസ് ടു ഷെയർ എന്ന് പറയാം. ഒരു നല്ല വാർത്തയുണ്ട് ഷെയർ ചെയ്യാൻ. ഐ ഹവ് ഗോട്ട് സം ഗുഡ് ന്യൂസ് ടു ഷെയർ. അവിടെയും സം ഗുഡ് ന്യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗോസിപ്പിങ്ങിനിടയ്ക്ക് സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ പറയുക, അതായത് നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയുക എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ബിറ്റ്വീൻ യു ആൻഡ് മീ. അതായത് വേറെ ആരും അറിയുന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. ബിറ്റ്വീൻ യു ആൻഡ് മീ ഐ ഡോണ്ട് ട്രസ്റ്റ് ഹെർ. എനിക്ക് അവളെ വിശ്വാസമില്ല, എനിക്ക് അവളെ വിശ്വാസം പോരാ. ബിറ്റ്വീൻ യു ആൻഡ് മീ ഐ ഡോണ്ട് ട്രസ്റ്റ് ഹെർ. നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയുക, ഞാൻ റിസൈൻ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുക. ബിറ്റ്വീൻ യു ആൻഡ് മീ ഐ എം പ്ലാനിങ് ടു റിസൈൻ. കണ്ടോ, ബിറ്റ്വീൻ യു ആൻഡ് മീ. അവിടെ എപ്പോഴും ആ ഒരു ഓർഡറിലാണ് ഫ്രേസ് വരിക, ബിറ്റ്വീൻ യു ആൻഡ് മീ. ഇപ്പോൾ ഓഫീസിൽ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് എന്തുകൊണ്ടോ വളരെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും സാധാരണ ചോദിക്കുക? എന്താ ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നേ, എന്താ ആകെ ബോധേഡായിട്ട് ഇരിക്കുന്നേ എന്ന് ചോദിക്കില്ലേ? അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാവുന്നത് ഇസ് സംതിങ് ബോദറിങ് യു എന്നാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇസ് സംതിങ് ബോദറിങ് യു. അല്ലെങ്കിൽ ഇസ് എവ്രിതിങ് ഓൾ റൈറ്റ് എന്ന് ചോദിക്കാം. എല്ലാം ഓക്കെ അല്ലേ, ഇസ് എവ്രിതിങ് ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആദ്യത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനാണ്. ഇസ് സംതിങ് ബോദറിങ് യു, എന്തെങ്കിലും ഇസ് സംതിങ് ബോദറിങ് യു. അല്ലെങ്കിൽ ഇസ് എവ്രിതിങ് ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ എന്ന്. അപ്പൊ ഒരാളിങ്ങനെ എന്തിനെയോ കുറിച്ചോർത്ത് വറീഡായിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, ഇന്നല്ല കേട്ടോ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. എന്താണ് ആകെ വിഷമിച്ചിരിക്കുന്നത്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. എന്നിട്ട് നമ്മൾ പറയാറില്ലേ, എന്തോ ഇങ്ങനെ ആകെ ഒരു എവിടെയോ പെട്ടുപോയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ? യു ലുക്ക് എ ബിറ്റ് ലോസ്റ്റ്. എവിടെയോ ആണ് ആള്, യു ലുക്ക് എ ബിറ്റ് ലോസ്റ്റ്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ ഇൻ യുവർ മൈൻഡ് എന്ന് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്, അതൊരു പ്രോബ്ലം ഒന്നും അല്ല, ഏതോ ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്, വെറുതെ നിങ്ങൾ ആലോചിച്ച് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയണമെങ്കിലാണ് നമ്മൾ ഇൻ യുവർ മൈൻഡ് എന്നുള്ളൊരു ഫ്രേസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാണ് ഇതൊക്കെ നിന്റെ തോന്നലാണ്, നീ വെറുതെ ചിന്തിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയില്ലേ? അവിടെ നമ്മൾ പറയും ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. ഇതൊക്കെ നിന്റെ തോന്നലാണ്, ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. ഇത് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതാണ്, ചിന്തിച്ച് കാട് കയറുന്നതാണെന്ന് പറയില്ലേ? യു ആർ ജസ്റ്റ് ഓവർ തിങ്കിങ് ഇറ്റ്. ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുക, ഓവർ തിങ്ക്. യു ആർ ജസ്റ്റ് ഓവർ തിങ്കിങ് ഇറ്റ്. ഇതേപോലെ ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ, ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പലപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും സെന്റൻസസും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ചോദിക്കേണ്ടി വരാറുണ്ട്, നീ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു ബ്ലെയിമിങ് മീ? വൈ ആർ യു ബ്ലെയിമിങ് മീ? അപ്പൊ അവിടെ വൈ ഡു യു ബ്ലെയിം മീ എന്ന് ചോദിക്കണം എന്നില്ല. കാരണം ഇപ്പൊ ഉണ്ടായ ഒരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നേ. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ബ്ലെയിമിങ് മീ? വൈ ഡു യു ബ്ലെയിം മീ എന്ന് ചോദിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്നൊരു അർത്ഥം വരും. അതല്ല, ഇപ്പൊ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? വൈ ആർ യു ബ്ലെയിമിങ് മീ?
എന്നെ കുറ്റപ്പെടുത്തരുത്, ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് പറയാൻ ഡോണ്ട് ബ്ലെയിം മീ. അത് എന്റെ തെറ്റല്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് മറ്റേ ആൾക്ക് അത് വിഷമമായതുപോലെ ഇരിക്കില്ലേ, അല്ല ഹേർട്ട് ആയതുപോലെ. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? വൈ ആർ യു ഒഫൻഡഡ്? എന്താണ് ഇങ്ങനെ ആകെ ഒരു ഒഫൻഡഡ് ആയതുപോലെ ഇരിക്കുന്നത്, ഹേർട്ട് ആയതുപോലെ ഇരിക്കുന്നത്? വൈ ആർ യു ഒഫൻഡഡ്? അപ്പൊ അവിടെ തെറ്റ് അല്ലെങ്കിൽ ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞത് നമ്മളായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് വൈ ആർ യു ഒഫൻഡഡ്? എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നത് എന്ന്. എന്നിട്ട് മാന്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. ഐ ഡിഡ്ന്റ് മീൻ ടു അപ്സെറ്റ് യു. ഐ ഡിഡ്ന്റ് മീൻ ടു അപ്സെറ്റ് യു. നിന്നെ വിഷമിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. ഉദ്ദേശിച്ചില്ല എന്നാണ്. ഐ ഡിഡ്ന്റ് മീൻ ടു അപ്സെറ്റ് യു. അപ്പൊ ഇങ്ങനൊരു സംഭാഷണം നടക്കുമ്പോൾ ആ വിഷമിച്ചിരിക്കുന്ന ആള് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നിരിക്കട്ടെ, നീ ഇന്നത് പറഞ്ഞത് എനിക്ക് വിഷമമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പറഞ്ഞത് നന്നായി, പറഞ്ഞതിന് താങ്ക്സ്, കാര്യമുള്ളത് തുറന്ന് പറഞ്ഞല്ലോ. അവിടെ എങ്ങനെ പറയാ? താങ്ക്സ് ഫോർ ടെല്ലിങ് മീ എന്ന് പറയണ്ട, താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. അത് എന്നോട് പറഞ്ഞ് കാര്യം മനസ്സിലാക്കി തന്നതിൽ, പറഞ്ഞതിൽ സന്തോഷം. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഇനി അങ്ങോട്ട് ഞാനിത് ശ്രദ്ധിച്ചു കൊള്ളാം. ഇവിടെ എങ്ങനെയാ പറയാ? ഐ ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം. ഇനി ഭാവിയിൽ, അതാണ് നമ്മൾ ഈ നെക്സ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അടുത്ത തവണ എന്നുള്ള ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ എടുക്കരുത്, ആ മീനിങ് എടുക്കരുത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നുള്ളതിന് ഐ ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം എന്ന് പറയാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയാളോട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമല്ലോ. നമ്മുടെ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ സംസാരത്തിനിടയിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന്. മലയാളത്തിൽ ചിലപ്പോൾ അത് വളരെ നാച്ചുറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ഇത് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹോൾ ആർ ദെയർ അറ്റ് ഹോം എന്ന് ചോദിക്കുന്നത് ഒട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അവിടെ നമുക്ക് ചോദിക്കാവുന്നത് ഹൂ ഡു യു ലിവ് വിത്ത് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആരുടെ കൂടെ താമസിക്കുന്നു, വീട്ടിൽ ആരുണ്ട് എന്ന് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഹൂ ഡു യു ലിവ് വിത്ത് എന്ന് ഇവിടെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹൂ ഇസ് ഇൻ യുവർ ഫാമിലി എന്ന് ചോദിക്കാം കേട്ടോ. വീട്ടില്, കുടുംബത്തില് വേറെ ആരൊക്കെയാ ഉള്ളതെന്ന്. ഹൂ ഇസ് ഇൻ യുവർ ഫാമിലി. അതും അല്ലെങ്കിൽ ഡു യു ലിവ് എലോൺ ഓർ വിത്ത് ഫാമിലി എന്ന് ചോദിക്കാം. അതായത് ഒറ്റയ്ക്കാണോ അതോ ഫാമിലിയുടെ കൂടെ ആണോ താമസിക്കുന്നത്, അങ്ങനെ. ഡു യു ലിവ് എലോൺ ഓർ വിത്ത് ഫാമിലി. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റാറുണ്ട്, ഒരാളെ കാണുമ്പോൾ നമുക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ എവിടെയാണ് ഇയാളെ കണ്ടതെന്നൊന്നും നമുക്ക് അങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ പറയും? യു ലുക്ക് റിയലി ഫെമിലിയർ. കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് പറയുന്നത് ബട്ട് ഐ കാൺ പ്ലേസ് യു എന്നാണ്. എവിടെ വെച്ച് കണ്ടു, എങ്ങനെ, എവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്നങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഐ കാൺ പ്ലേസ് യു. നമുക്കത് റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. മനസ്സിലായോ? ഐ കാൺ പ്ലേസ് യു. യു ലുക്ക് റിയലി ഫെമിലിയർ ബട്ട് ഐ കാൺ പ്ലേസ് യു. പലപ്പോഴും നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടോ എന്ന്. അപ്പൊ മലയാളത്തിൽ പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇന്നല്ല അവിടെ യൂസ് ചെയ്യുക. ആർ യു ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുക. ആർ യു ഓൺ സോഷ്യൽ മീഡിയ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയേണ്ടത് ഞാൻ ഫേസ്ബുക്കിലുണ്ട് എന്നാണെങ്കിൽ യെസ് ഐ എം ഓൺ ഫേസ്ബുക്ക് എന്ന് പറയും. ഇനി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് ഞാൻ അങ്ങനെ അതിലില്ല എന്നാണെങ്കിൽ നോ നോട്ട് റിയലി എന്ന് പറയും. നോട്ട് റിയലി എന്ന് വെച്ചാൽ നോ എന്ന് തന്നെയാണ് അർത്ഥം, കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോ നോട്ട് റിയലി. അതുപോലെ ആരെങ്കിലും നമ്മളോട് അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ അഡ്വൈസ് ഒക്കെ കൊടുക്കാറില്ലേ? അപ്പൊ അതിന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറയില്ലേ? ഇപ്പൊ നമുക്ക് ഒരാളോട് പറയണം കുറച്ച് നേരത്തെ എണീറ്റ് നോക്കൂ. അവിടെ പറയാവുന്നത് ട്രൈ ഗെറ്റിംഗ് അപ്പ് ഏർലിയർ. ആ ഒരു പാറ്റേൺ കണ്ടോ? ട്രൈ ഗെറ്റിംഗ് അപ്പ് ഏർലിയർ. നേരത്തെ ഒന്ന് ഉണർന്ന് നോക്കൂ, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. ട്രൈ ഗെറ്റിംഗ് അപ്പ് ഏർലിയർ. അപ്പോൾ ഈ ട്രൈ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശ്രമിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്രമിക്കുക എന്നല്ല, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ അവിടെ ആ ഒരു കാര്യം, ഒരു ഉപദേശം പോലെ നമ്മളൊരു കാര്യം പറയുന്ന ആ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. ട്രൈ ഡൂയിങ് ദിസ് എന്ന്. അപ്പൊ ആരെങ്കിലും നമ്മളോടൊരു കാര്യം ചോദിച്ചു, നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്കത് അറിയില്ല, വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ. ട്രൈ ആസ്കിങ് സംവൺ എൽസ്. ട്രൈ ആസ്കിങ് സംവൺ എൽസ്. വേറെ ആരോടെങ്കിലും, അതാണ് സംബഡി എൽസ് അല്ലെങ്കിൽ സംവൺ എൽസ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. ജോൺ ഇവിടെ ഇല്ല. ഓക്കെ, ജോണിനെ കാണാനില്ല. അപ്പോൾ ജോൺ ഇസ് ഇൻ ഹിയർ. അയാളുടെ ഫോണിലേക്ക്, മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ. ട്രൈ ഫോണിങ് ഹിസ് മൊബൈൽ. ട്രൈ ഫോണിങ് ഹിസ് മൊബൈൽ എന്നാ പറയുന്നത്. വിളിച്ചു നോക്കൂ, അതാണ് ട്രൈ. ട്രൈ ഫോണിങ് ഹിസ് മൊബൈൽ.
അങ്ങനെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന 100-ലധികം സെന്റൻസസ് കണ്ടു. അതിൽ പലതും ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ കണ്ട പാറ്റേൺ അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചില പാറ്റേൺസ് നമ്മളിന്ന് കണ്ടു. അതിനെ വെച്ചിട്ടാണ് കേട്ടോ 3 ക്വസ്റ്റ്യൻസ്. ആദ്യത്തത്, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതിൽ വിരോധമുണ്ടോ? നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ഓർത്ത് നോക്കൂ, ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പൊ അവിടെ ലീവ് എന്നുള്ള വേർബ് യൂസ് ചെയ്യണേ. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതിൽ വിരോധമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അവിടെ എങ്ങനെയാ ചോദ്യം ചോദിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത്, ഞങ്ങളുടെ ഫ്ലാറ്റ് 7ാമത്തെ നിലയിലാണ്. ഞങ്ങളുടെ ഫ്ലാറ്റ് 7th ഫ്ലോറിലാണ് എന്നാണ് പറയേണ്ടത്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കൂ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാ പറയാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് 3 നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. നന്നായിട്ട് ആലോചിച്ച് ആൻസേഴ്സ് കണ്ടുപിടിക്കൂ കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആലോചിച്ച് അത്യാവശ്യം ചില സിറ്റുവേഷൻസിൽ വേണ്ടി വരുന്ന സെന്റൻസസ് ആലോചിച്ചിരുന്നുണ്ടാക്കിയതാണ്. അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കോമെന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പൊ താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.